ഗൈസ്, അപ്പം നീ കൊട്ടയ്ക്കായിട്ട് എടുക്കാമെന്ന് വിചാരം. വേറൊന്നുമല്ല, നമ്മളെ കുടിയത്തെ പൂച്ചക്ക് ചെറിയൊരു വെയ്യായി. അപ്പോൾ ഓളെ പിടിച്ച് കൊട്ടയിലാക്കിയിട്ട് നമ്മൾ നേരെ മൃഗാശുപത്രിക്ക് വിട്ടു. മൃഗാശുപത്രി ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോലെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് വിട്ട്. നടന്നു പോകുമ്പോഴൊന്നും അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബസ്സിലെത്തിയപ്പോൾ ഓളെ തനി സ്വഭാവം പുറത്തെടുത്തു. പുറത്ത് ചാടിയന് ജസ്റ്റ് മിസ്. ഇല്ലെങ്കിൽ ആ ബസ്സെത്തിയ ആൾക്കാരെ തൊള്ളയിലിരിക്കണ കേൾപ്പിച്ചു തന്നിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നമ്മളെ മുമ്പ് ഏതോ ഒരു ചേച്ചി പയ്യനെയും കൊണ്ട് വന്നിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആളെ ടേൺ എത്തി. ഇപ്പം പോയേനെ. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കൈമ കുറച്ച് നീരുണ്ട്. ഇത്രേ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. നമ്മുടെ ആളെ കണ്ണപ്പ തള്ളി. ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ട സ്ഥാനത്ത് തന്നെ എടുത്തു. പാവം. കുത്തിയിട്ട് രണ്ടുപാടും തന്നെ പിന്നെ അവിടെ നിന്ന് നേരെ ബസ് കയറി വന്ന് ഇറങ്ങി. ഓൾ സമാധാനത്തിന് 2 മീനും വാങ്ങിക്കൊടുത്ത് നേരെ കുടിയിൽ പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.